എൻ്റെ പേര് അലൻ, ഇത് വൈഫ് ലിൻഡ. ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ 2024 ജനുവരിയിൽ വന്നിട്ടാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അന്ന് തന്നെ എഴുതി വെച്ച് ഡിസംബറിന് മുമ്പ് എനിക്ക് ഒരു പാർട്ട്ണറെ കാണിച്ചു തരണമെന്ന്. അതേപോലെ കാണിച്ചു തരികയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവള് വിളിക്കുകയോ അങ്ങനത്തെ കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവള് ഭയങ്കര കരഞ്ഞ് എന്നെ വിളിക്കുക, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഫോൺ എടുക്കത്തുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം വെള്ളിയാഴ്ച ഞാൻ രാവിലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ മുഖം തെളിഞ്ഞു വരികയും എനിക്ക് ഇവളെ വിളിക്കണം തോന്നുകയും അങ്ങനെ ഞാൻ വിളിച്ച് ഇവളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി സംസാരം കൂടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവള് മലപ്പുറത്ത് തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഉടമ്പടി എടുക്കുകയും അതിനുശേഷം വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് കുറേ നാളത്തെ പരിശ്രമത്തിനുള്ളിൽ ഈ കഴിഞ്ഞ ദിവസം 17-ാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിയുകയും അന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കയറി നിന്നിട്ട് സാക്ഷ്യം പറയുമെന്ന്. അങ്ങനെ അത് സംഭവിച്ചു. പിന്നെ എൻ്റെ വീടിൻ്റെ കാര്യം, ഞാൻ പുതിയ വീട് പണിതു. അതിന് കാരണക്കാരി എൻ്റെ ചേച്ചിയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് ഫസ്റ്റ്. അവൾ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഞാനൊരു സ്ഥലം മേടിക്കുകയും അതിനകത്ത് തറക്കല്ലിടുകയും ചെയ്തു. അന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഇപ്പം ഞാനൊരു മനോഹരമായൊരു നല്ലൊരു വീട് വെക്കുകയും അതിനകത്ത് കയറി കിടക്കാനുള്ള ഭാഗ്യം എനിക്ക് മാതാവ് തരികയും ചെയ്തു. ഇനി ഇവളും എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉടമ്പടി എടുത്തതാണ്. ഇതിന് മുന്നേ ഉടമ്പടി എടുത്താണ്. ഞങ്ങൾ രണ്ട് ഉടമ്പടി നിന്നതാണ്. ഞാൻ ഇവളുടെ കയ്യിൽ കൊടുക്കും. എൻ്റെ പേര് ലിൻഡ, ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡാണ് അലൻ. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ മുഖേനാണ്. ഞാൻ നേഴ്സാണ്, പൂനെയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ ഒരു ദിവസം ഞങ്ങൾ റൂം ഷിഫ്റ്റായി. ഞാൻ വേറൊരു ഹോസ്റ്റലിലെ ഒരു റൂമിലേക്ക് മാറിയപ്പോൾ അവിടെ പ്രാർത്ഥന റൂമിൻ്റെ ഒരു തട്ടയിൽ മാതാവിൻ ഉടമ്പടി തൈലം ഇരിക്കുന്ന കണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത്. ഉടമ്പടി തൈലം തലേ പുരട്ടി പ്രാർത്ഥിച്ച് തലവേദന മാറിയ പിന്നെയാണ് ഞാൻ മാതാവിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയുകയും അമ്മ ഇത് കൃപാസനത്തെ പറ്റി അന്വേഷിക്കുകയും അമ്മ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്താണ്. അമ്മയ്ക്ക് കിട്ടിയ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും പറഞ്ഞാണ് ഞാൻ നാട്ടിൽ വന്നത് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദുബായിലേക്ക് പോകാനുള്ള പരീക്ഷ എഴുതി, പാസ്സായി. പക്ഷേ പേപ്പർ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പൈസ അടച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ മാസങ്ങളോളം അതിനു വേണ്ടി കാത്തിരുന്നു. എൻ്റെ ജോലി മുടങ്ങി, എനിക്ക് പോകാൻ പറ്റിയില്ല. വിസയൊന്നും വന്നില്ല. കൊടുത്ത പൈസയെല്ലാം നഷ്ടമായി. അങ്ങനെ ഞാൻ ഒത്തിരി വേദനിച്ച് പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ രോഗികൾക്ക് ഒട്ടും പൈസ ഇല്ലാതെ വരുന്ന രോഗികൾക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെക്കപ്പൊക്കെ BP അങ്ങനെ വൈറ്റൽസൊക്കെ ഫ്രീ ആയി ചെയ്തു കൊടുക്കാൻ തുടങ്ങി, ആരും അറിയാതെയൊക്കെ. പിന്നെ ചോറ് ഞാൻ പൂനെയിൽ വർക്ക് ചെയ്തിരുന്ന ആ സ്ഥലങ്ങളിൽ ഈ ആരോരും ഇല്ലാത്ത വഴിയോരത്തുള്ളവർക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പ്രാർത്ഥനയിൽ തന്നെ ബൈബിൾ വായിക്കും. കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ നാട്ടിൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് അങ്ങനെ നിന്നിരുന്ന സമയത്ത് സൗദിയിലേക്ക് പോകാൻ എനിക്കൊരവസരം ഒരുങ്ങി വന്നു. ഞാൻ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തുടങ്ങി. ഞാൻ പിന്നെയും കാത്തിരുന്ന് അങ്ങനെ ആ സമയത്താണ് എൻ്റെ ലോൺ അടയ്ക്കാൻ, എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ കടബാധ്യത കൂടി. അത് കേസായി, കോടതി വരെ എത്തി. പക്ഷേ എനിക്ക് പോകാൻ എങ്ങും സാധിച്ചില്ല. ആ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥന തുടങ്ങിക്കൊണ്ടേയിരുന്നു. എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് സൗദി പോകാനുള്ള വിസ വേഗം വരികയും എനിക്ക് ആ സമയത്ത് എൻ്റെ മെഡിക്കൽ ചെസ്റ്റിന് എക്സ്റേയിൽ എനിക്ക് മൂടൽ പോലെ ഇങ്ങനെ വന്ന് എൻ്റെ മെഡിക്കൽ റിജക്റ്റായി. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു മെഡിക്കലി ഫിറ്റാണ്, ഞങ്ങൾ എഴുതി തരാം. അങ്ങനെ കടന്നു പോയി, പുറത്തേക്ക് പോയി. എനിക്ക് ആ ലോൺ അടച്ച് സൗദി ചെന്നിട്ടും മെഡിക്കലിൽ ഞാൻ പിന്നെയും റിജക്റ്റായി. ഞാൻ വിശ്വാസം കൈവിട്ടില്ല. ഞാൻ മാതാവിൻ്റെ കാശുരൂപവുമായി ഞാനവിടെ സൗദിയിൽ ചെന്നു. എനിക്ക് മെഡിക്കൽ കഴിഞ്ഞു. പിന്നെയും റൂമിൽ വന്നപ്പം ഫ്ലാറ്റിൽ വെച്ച് പിന്നെയും വിളിച്ചു. എന്നോട് പറഞ്ഞു മെഡിക്കൽ കുഴപ്പമില്ല, ലിൻഡ നാളെ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ജോലി ചെയ്ത് എനിക്ക് ആ ലോൺ അടച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അന്ന് ഞാൻ മനസ്സിലോർത്തു ഞാനിത് മാതാവിനോട് വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന്. കല്യാണത്തെ പറ്റി പറയുകയാണെങ്കിൽ
ഞാൻ അലനെ നേരത്തെ എനിക്ക് പരിചയമുള്ളതല്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഉടമ്പടിയിൽ വെച്ചൊരാഗ്രഹമാണ്, എന്നേക്കാളും കൂടുതൽ മാതാവിനെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായി തരണേന്ന്. ആ ഇടയ്ക്കാണ് ഞാൻ സൗദിക്ക് പോകുന്നത്. ചേട്ടായിയും ആ സമയത്ത് തന്നെ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടണമെന്ന്. ചേട്ടായിക്ക് കല്യാണം ഒന്നും ആലോചിച്ചിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വന്ന ഈ ആലോചനയിൽ 2 പേര് സംസാരിച്ചപ്പോഴാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതെന്നറിഞ്ഞ് ഞാൻ ഒത്തിരി മാതാവിനോട് അന്നേരം നന്ദി പറഞ്ഞു. എനിക്ക് ഒരുപാട് ആലോചനകൾ നോക്കിയിട്ടൊന്നും ഓരോന്നേ വന്നു ഉറയ്ക്കും പോകും അങ്ങനെയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു മാതാവിൽ നിൽക്കുന്ന കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു ഏത് സമയത്താണ് ഇവിടെ വന്നേ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ വന്നതും ഒരേ സമയത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നതും. ദിവസം വെള്ളിയാഴ്ച രാവിലെ ചേട്ടായി 5:30 കേട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് ചേട്ടായിയോട് പറയുകയുണ്ടായി, നിനക്ക് ആ ലിൻഡയെ തന്നെ മതി എന്നിങ്ങനെ പറഞ്ഞ് ചേട്ടായി മനസ്സിലിങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് എന്നെ പതിവില്ലാതെ വിളിക്കുകയായിരുന്നു. ഈ നവംബർ 17 കല്യാണം നടന്നത്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. ഉൽപ്പത്തി 2:18 ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ലിൻഡ, അലൻ എന്നീ ദമ്പതികൾ ഉടമ്പടി ജീവിതത്തിൻ്റെ സന്തോഷകരമായ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ഏറ്റവും പ്രാധാന്യത്തോടെ മക്കൾ പറയുന്നത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ തന്നെയാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ദിവസങ്ങളിൽ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ അവർക്കൊരു ദാമ്പത്യ ജീവിതമെന്ന നിയോഗം സമർപ്പിക്കുകയും ചെയ്യുന്നു. പരസ്പരം അറിയില്ലെങ്കിലും സഞ്ചാരി മാതാവ് മക്കളെ ഒരുമിപ്പിച്ച് കാണുവാനും സംസാരിക്കുവാനും അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകളെ പങ്കുവയ്ക്കുവാനും 2 പേരും അമ്മയെ അറിയുന്ന അമ്മ മാതാവിനെ സന്നിധിയിൽ വന്നുപോയിട്ടുള്ള വ്യക്തി ജീവിത പങ്കാളിയായി ലഭിക്കണമെന്ന് നിയോഗം വെച്ചതുകൊണ്ട് അമ്മ 2 പേരെയും ഒരുമിച്ച് ചേർക്കുകയും അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ശുഭകരമായി വിവാഹത്തിലേക്ക് 2 കുടുംബങ്ങളുടെയും ആശീർവാദത്തോടും അനുവാദത്തോടും കൂടി എത്തിച്ചേരുവാൻ മക്കളെ സഹായിക്കുകയും ചെയ്തു. അതിൻ്റെ സാക്ഷ്യമാണ് ഇവർ ആദ്യം പങ്കുവെച്ചത്. അത് അലൻ പറഞ്ഞപ്പോഴുണ്ടായിരുന്ന ഒരു അവ്യക്തതയാണ് മകളുടെ കാര്യങ്ങൾ എന്തെന്ന് വിശദീകരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. അത് നമ്മൾ ഉടമ്പടിയിലൊരു നിയോഗം വയ്ക്കുമ്പോൾ അതിൻ്റെ വഴികളെ നയിക്കുന്നതും അതിൻ്റെ പരിഹാരം നമുക്ക് നേടിത്തരുന്നതും അമ്മ മാതാവ് മാത്രമാണ്. ഒരു നിയോഗം എഴുതിയതിൻ്റെ പുറകെ നമ്മൾ പരക്കം പായേണ്ടതില്ല. അമ്മ മാതാവ് നമുക്ക് ചേർന്നത് നമ്മുടെ ജീവിത വിഷയവുമായി ജീവിത പ്രശ്നവുമായി എങ്ങനെയാണോ കൂടുതൽ നമുക്ക് അനുഗ്രഹത്തിന് ഉപകരിക്കുന്നത് ആ രീതിയിൽ നമ്മളെ കൊണ്ടുവന്ന് ക്രമീകരിച്ച് അനുഗ്രഹിക്കുന്നത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് ചേർന്ന് ഇണയെ 2 പേരും പരസ്പരം കണ്ടെത്തിയതിൻ്റെ സന്തോഷം ഈ എൽത്താരയിൽ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന്, ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. വിദ്യാഭ്യാസ ലോൺ എടുത്ത് ഏറെ ക്ലേശം അനുഭവിച്ച് തിരിച്ചടയ്ക്കുവാനാവാതെ ആകെ പ്രയാസത്തിലാകുമ്പോഴും അമ്മ മാതാവ് ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് മകൾക്ക് വിദേശത്തേക്ക് പോകുവാൻ വിസ കൊടുക്കുന്നു. മെഡിക്കൽ ഫിറ്റ്നസ്സിന് കുറവുണ്ടായിട്ട് കൂടിയും മെഡിക്കൽ ഫിറ്റ്നസ് അനുവദിച്ചു കൊടുക്കുന്നു. അങ്ങനെ വിദേശത്ത് പോകുവാനും ആ ബാധ്യതകളിൽ നിന്ന് മകൾക്ക് കരകയറുവാനും ജീവിതം സുരക്ഷിതമാക്കുവാനും അമ്മ മാതാവ് സഹായിക്കുന്നു. സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്, ജീവിതം ശുഭകരമാക്കുന്നതിൻ്റെ സാക്ഷ്യമാണ്. പ്രതിസന്ധികളിലും ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് നമുക്ക് വേണ്ടി വിജയം വരെയും നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടിത്തരുമെന്ന് ഉറപ്പു തരുന്ന സാക്ഷ്യമാണിത്. ഈ മക്കൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.